ഞാൻ മറക്കാം, എന്നെ പഠിപ്പിക്കൂ. ഞാൻ ഓർക്കാം, എന്നാൽ എന്നെ ഉൾപ്പെടുത്തൂ. ഞാൻ പഠിക്കാം എന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ പ്രശസ്തമായ വചനങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വിദ്യാലയത്തിൽ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കുള്ള സ്ഥാനം എന്ത് എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും വാക്കുകൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ സ്കൂൾ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പാഠ്യേതര പ്രവർത്തനങ്ങൾ. വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികൾ പഠനം മാത്രമല്ല, അവരുടെ സർഗാത്മകമായ കഴിവും വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് വിദ്യാലയങ്ങളിൽ പാഠ്യപ്രവർത്തനങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളും ഒരുമിച്ച് ചേർത്താണ് കൊണ്ടുപോകുന്നത്. പാഠഭാഗങ്ങൾ പഠിക്കുന്നതിലൂടെ നമ്മുടെ അറിവ് മാത്രമാണ് വളരുന്നത്. ഓരോ കുട്ടിയുടെയും സർഗാത്മകമായ കഴിവ് വളരണമെങ്കിൽ പാഠ്യേതര പ്രവർത്തനങ്ങൾ വിദ്യാലയങ്ങളിൽ നിർബന്ധമായി വേണം. ഇനി പഠനത്തോടൊപ്പം പഠനത്തിൻ്റെ ഭാഗമായി കൊണ്ടുപോകുന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ കുട്ടികളിൽ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതായത് ഈ പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സംഗീതം, നൃത്തം, നാടകം, സ്പോർട്സ്, പ്രകൃതിയെക്കുറിച്ച് പഠിക്കൽ, ക്ലബ് ആക്ടിവിറ്റി, സെമിനാർ, റൈറ്റിംഗ്, ഡ്രോയിങ്, പെയിന്റിംഗ് എന്നിവയെല്ലാമാണ്. ഇതിൽ കളിയിലൂടെ ഓരോ കുട്ടിയുടെയും ക്രിയാത്മകമായ കഴിവും പ്രശ്നപരിഹാരത്തിനുള്ള കഴിവും വർദ്ധിക്കുന്നു. സംഗീതം കുട്ടികളിൽ ആത്മവിശ്വാസവും മനസ്സിനും ശരീരത്തിനും കുളിർമയും ഉണർവും നൽകുന്നു. ഇനി നാടകം, എഴുത്ത് എന്നിവ നമ്മുടെ വായനാശീലം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. പഠനത്തോടൊപ്പം കലാകായിക പ്രവർത്തനങ്ങളിലൂടെ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ മാത്രമേ അവർക്ക് യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുകയും അവരുടെ ഉള്ളിലുള്ള കഴിവും സർഗവാസനകൾ എന്നിവ ഉദ്ദീപിപ്പിക്കപ്പെടുകയും ചെയ്യുകയുള്ളൂ. അതായത് ഈ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ എല്ലാ കുട്ടികളിൽ ആത്മവിശ്വാസം, ധൈര്യം, ക്ഷമ എന്നീ ഗുണങ്ങൾ വളർന്നു വരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങളിൽ ഇന്ന് പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് വളരെ വലിയ സ്ഥാനമാണുള്ളത്. പാഠ്യേതര പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ സംഘടിപ്പിക്കാനും അതിൽ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തി പഠനത്തിനു കൂടി സഹായമാകുന്ന വിധത്തിൽ കൃത്യമായി നടത്തിക്കൊണ്ടുപോകാനും ഓരോ വിദ്യാലയത്തിലും ശരിയായ ഒരു മാർഗരേഖ ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ഭാവി തലമുറയെ ഊർജ്ജസ്വലരായ കുട്ടികളായി വളരാൻ സഹായിക്കും എന്നത് സുനിശ്ചിതമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.